ഇപ്പോൾ വീണ്ടും കടുവയെ കണ്ടു എന്ന് പറയുമ്പോൾ അത് പേടിപ്പെടുത്തുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നുള്ള അവരുടെ ആവശ്യവും മുന്നിലുണ്ട്. എങ്ങനെയാണ് നീക്കങ്ങൾ? അക്ഷയ, ഇപ്പോൾ ഈ ഒരാൾ കടുവയെ കണ്ടു എന്ന് പറയുന്നു. മറുവശത്തെ കാപ്പിത്തോട്ടത്തിൽ ഒരു സിൽവർ ഓക്ക് മരത്തിനടുത്ത് കടുവയെ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ മൈക്ക് അനൗൺസ്മെൻറ്റ് അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വനംവകുപ്പ്. ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള മയക്കുവേടി സംഘം ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ മുൻപ് ഈ കാട്ടിലേക്ക് നീങ്ങിയിരുന്നു. നേരത്തെ ഈ രാധയെ കൊന്ന ആ ഭാഗത്തേക്ക്, കൂട് സ്ഥാപിച്ച ഭാഗത്തേക്ക് അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം പോയിരുന്നു. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ഇപ്പുറത്താണ് മറ്റൊരു ഭാഗത്ത്, ഈ ബേസ് ക്യാമ്പിൻ്റെ താഴ്ഭാഗത്ത് തേയിലത്തോട്ടത്തിന് അപ്പുറത്തൊരു കൊല്ലിക്കക്കരെ കുന്നിൻ മുകളിൽ കടുവയെ കണ്ടു എന്നുള്ള വിവരം പറയുന്നത്. എന്തായാലും പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ഓടിയെത്തി അപ്പുറത്ത് പരിശോധന നടത്തുന്നുണ്ട്. ആളുകളും അതോടൊപ്പം ഓടിയിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു വിവരം വന്നപ്പോൾ ഇവിടെ നേരത്തെ പ്രതിഷേധവുമായി എത്തിയ ആളുകളൊക്കെ ബേസ് ക്യാമ്പിന് സമീപത്തുണ്ടായിരുന്നു. അവരും അങ്ങോട്ട് ഓടിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴെല്ലാവരെയും വനംവകുപ്പ് മടക്കി അയക്കുകയാണ്. അനൗൺസ്മെന്റ് വാഹനമാണ് പോകുന്നത്. വനംവകുപ്പിന്റെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഡിപ്പാർട്ട്മെന്റിനോട് സഹകരിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ എന്തായാലും ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് വനംവകുപ്പ്. ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുകയാണ്. കടുവയുടെ കാൽപ്പാടുകളോ അത്തരത്തിൽ എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് വനംവകുപ്പ് നോക്കി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും കടുവയെ കണ്ട ആളുകളാണ് അവിടെ നിന്ന് കടുവ ഓടിപ്പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഇനി കൃത്യമായൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു. ആൾക്കാരെ മുഴുവൻ പോലീസ് അവിടെ നിന്ന് മാറ്റുകയാണ്. കമൽ, അതായത് ഇപ്പോൾ ഈ കടുവയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അധികം നേരമായിട്ടില്ല. മാത്രമല്ല അവിടെ ഇപ്പോൾ തെരച്ചിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കമൽ സൂചിപ്പിച്ച പോലെ തന്നെ കാൽപ്പാടുകളോ അങ്ങനെ എന്തെങ്കിലും കടുവ കടന്നുപോയി എന്ന് സംശയിപ്പിക്കുക വിധത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ അത് ലഭ്യമായിട്ടുണ്ടോ? പ്രാഥമികമായിട്ടുള്ള ഒരു നോട്ടത്തിലോ മറ്റോ ഉദ്യോഗസ്ഥർക്ക് അത്തരം വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ വനംവകുപ്പിന്റെ ഡ്രോൺ അടക്കം ആ മേഖലയിൽ ഡ്രോൺ നിരീക്ഷണം നടത്തുന്നുണ്ട്. അത് തെർമൽ ഡ്രോൺ ആണോ സാധാരണ ഡ്രോൺ ആണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു ഡ്രോൺ ആ മേഖലയിൽ നിരീക്ഷണത്തിനായി എത്തിയിട്ടുണ്ട്. ആ ഭാഗത്താണ് ഇപ്പോൾ ഡ്രോൺ നിരീക്ഷണം നടത്തുന്നത്. എന്തായാലും വനംവകുപ്പ് അതുപോലെ തന്നെ മുന്നറിയിപ്പ് അനൗൺസ്മെന്റ് നൽകി കഴിഞ്ഞു. ആളുകൾക്ക് മുന്നറിയിപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസും ഇപ്പോൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ആളുകളോട് ആ പ്രദേശത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളടക്കം ആളുകൾ ഈ പ്രദേശത്തുണ്ട്. കമൽ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇംതിയാസ് നേരത്തെ സൂചിപ്പിച്ചനുസരിച്ച് പഞ്ചാരക്കൊല്ലിയിൽ രാധ ആക്രമിക്കപ്പെട്ടതിന് 300 മീറ്റർ ഇപ്പുറത്താണെന്ന് പറയുന്നു. ഈ സ്ഥലത്തിന്റെ പേരും പഞ്ചാരക്കൊല്ലി തന്നെയാണോ? ഇത് ഇപ്പോൾ കടുവയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലം അത് തന്നെയാണോ ഈ ഗ്രാമവും? പഞ്ചാരക്കൊല്ലിയിൽ തന്നെയാണ് ഇപ്പോൾ കടുവയെ കണ്ടിട്ടുള്ളത്. ഇത് ഈ പഞ്ചാരക്കൊല്ലിയിൽ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഓഫീസ്, ഗസ്റ്റ് ഹൗസ് ഒക്കെ നിൽക്കുന്ന ഭാഗമാണ്. തേയിലത്തോട്ടത്തിന് മുകളിൽ എസ്റ്റേറ്റ്, അവിടെയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ക്യാമ്പ് ഓഫീസൊക്കെ പ്രവർത്തിക്കുന്നത്. അതിനടുത്തുള്ള ഗസ്റ്റ് ഹൗസിലാണ് ADMന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നത്. അവിടെ നിന്നൊന്നും അധികം അകലെയല്ല. ഈ തേയിലത്തോട്ടത്തിന് മറുവശത്ത് അക്കരെയുള്ള കുന്നിലാണ് കടുവയെ കണ്ടതായി പറയുന്നത്. ഇപ്പോഴെന്തായാലും ആളുകളെ മുഴുവൻ പോലീസ് അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. ഈ ഓഫീസിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് ആളുകൾ മുഴുവൻ തിരിച്ച് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാവരെയും അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. അക്ഷയ, വനംവകുപ്പിന്റെ അനൗൺസ്മെന്റ് വാഹനമൊക്കെ പോകുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. വനംവകുപ്പിനോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പ്രദേശവാസികളോടൊക്കെയും. അവിടെ നിന്ന് നീങ്ങിപ്പോകണം. ഈ ദൗത്യത്തിന്റെ ഭാഗമായി അവർ മുന്നോട്ട് തന്നെ പോവുകയാണ്.